രാവിലെ ജാതിക്ക അമ്മ ചോദിക്കണതിന് മുമ്പ് പറയുവാണോ? ജാതിക്ക പറക്കുവാണോ രണ്ടുപേരും കൂടെ? ഇന്ന് ചേട്ടായിനെ കൂട്ട് കിട്ടിയില്ലേ പൊന്നൂന്? അല്ലെങ്കിൽ പൊന്നൂൻ്റെ തന്നെ പരിപാടിയായിരുന്നേ. കൊതുക് കുത്തിയോടാ? രാവിലെ തന്നെ കാപ്പൂടി കഴിഞ്ഞിട്ട് പൊന്നു എന്നോട് പറയും പോം ജാതിക്ക പറക്കാം എന്ന് പറഞ്ഞ് നിർബന്ധമാണ്. എണീറ്റ് വരുമ്പോഴേ പറയണേ. അത് ഓരോന്ന് പൊളിച്ച് കളയല്ലേ. ഇന്ന് കൂട്ടുണ്ടല്ലോ ചേട്ടായി. എഡ്മിൻകുട്ടിനെ ഇത് പൊളിച്ചിട്ടില്ലായിരുന്നല്ലോ. പൊളിച്ച് കളയല്ലേ കേട്ടോ, ഒറ്റ ഇതായിട്ട് എടുക്കണം. എന്നാല ഏതാ ചേട്ടായി വന്നപ്പോഴേ പൊന്നൂര് ഭയങ്കര സന്തോഷമായിട്ടോ. ചേട്ടായിനെ രാവിലെ പിടിച്ച് ജാതിക്ക പറക്കാൻ പോയതാട്ടോ. ജാതിക്കയൊക്കെ പറക്കിക്കൊണ്ട് വന്നു. ഇപ്പോൾ രണ്ടുപേരും കൂടെ അതെ. അതുകൊണ്ട് എനിക്കൊരു കുറച്ചൊരാശ്വാസം ഉണ്ട്. എന്നാലും ഇതിൻ്റെ പൂവെല്ലാം അവളെല്ലാം പൊളിച്ച് അത് പോയത്. ഇന്നലെ രാത്രി 12 മണിയായ പിന്നെ കിടന്നു. ഇന്നലെ ഓൾറെഡി കറണ്ടില്ലായിരുന്നു. അതുകൊണ്ട് പുറത്തിറങ്ങി രണ്ടും കൂടെ ഭയങ്കര മേളവും കളിയും ഒച്ചപ്പാടും. എല്ലാവരും ഉറങ്ങി, നമ്മൾ മാത്രം ഉറങ്ങാണ്ട്. ഇവരൊത്തിരി ലേറ്റായ കിടന്ന്. കറണ്ടില്ലായിരുന്നു, അതാണ് വിഷയം. ചേട്ടായിടെ കൈ കൊടുക്ക. അവൾക്ക് ബുദ്ധിമുട്ടുള്ള കൊച്ചു പൊളിച്ചു കൊടുക്കണം കേട്ടോ. ചെറുപ്പം വന്നപ്പോൾ സ്പെഷ്യൽ മീൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കണേ കേട്ടോ. അല്ലെങ്കിൽ അവൻ പറയില്ലേ അവിടെ മമ്മി എനിക്ക് അതുണ്ടാക്കി തരുമായിരുന്നു, ഇവിടെ വന്നപ്പോൾ അമ്മ ഒന്നും ഉണ്ടാക്കി തരില്ല എന്ന് പറയില്ലേ. അതിന് ഉണ്ടാക്കണേ കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ അതും ഇതൊക്കെ ഉണ്ടാക്കണം. അല്ലെങ്കിൽ അവൻ വഴക്ക് പറയാൻ ചാൻസ് ഉണ്ട്. എന്നെ പൊന്നൊരു ചിന്ത. എങ്ങനെയാ അത് ചേട്ടായിയുടെ കയ്യിൽ നിന്ന് കൈവശാക്കാന്നല്ലേ? ചേട്ടായി ഓടിക്കുമ്പോ ഓടിപ്പോയി എടുത്തോ. എഡ്വിൻകുട്ടൻ വന്നത് പൊന്നു ആക്റ്റീവായിട്ടോ. പൊന്നു ഹാപ്പിയായി, സന്തോഷമായി. പൊന്നു കളിക്കാനും മേളിക്കാനും അല്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പേടിയുണ്ടോടാ? ചേട്ടായി വീഴിക്കൊന്നുമില്ല. ഇല്ലാതെ ചേട്ടായി വീഴിക്കില്ല കേട്ടോ. അല്ല വീഴിക്കരുത് കേട്ടോ എഡ്വിനെ. പൊന്നുനെ പൊന്നു തെറിച്ചു പോട്ടെ എഡ്വിനെ. എന്നാ എഡ്വിനെ പരിപാടി? ഈ മണ്ണ് മാത്രമേ എന്നാ അതെയോ? കണ്ടോ പൊന്നൂസ് കുഴിയാനെ കണ്ടോ? ഉണ്ടോ എഡ്വിന്? ഇത് നല്ല വശാലോടാ, കൈ കൊണ്ട് ഇങ്ങനെ മാന്തി എടുക്കാൻ. ഇത് പൊന്നൂസ് എങ്ങനെ എടുക്കണേ നോക്ക്. ചേട്ടായി എങ്ങനെ എടുക്കണേന്ന് പൊന്നൂസ് നോക്കിയടാ. അതെങ്ങനെയാ എഡ്വിനെ? അതിന്റെ അതിന്റെ ലോജിക്ക് ഒന്ന് അമ്മയ്ക്ക് പറഞ്ഞു തന്നേ. അതമ്മ ചോദിച്ചോണ്ടായിരിക്കും അടിയിലേക്ക് പോയത്. ഇതാ കിടക്കണം അതല്ലേ? നല്ല വലിയ കുഴിയാണ്. പടപടാന്നതേ. ഇത് എത്ര കുഴിയാനെ? ഇത് എന്തോ ഒരു ഈ കുഴിയാനെ എത്രണ്ണത്തിനെ പടപടാന്ന് പിടിച്ചോണ്ട് വരണ്ടല്ലോ. 1 2 3. ഇന്ന് ഞാനൊരു ഇമ്പോർട്ടൻ്റ് റെസിപ്പിയും കൂടെ കാണിച്ചു തരുവാണ്. മക്കൾ അവിടെ കുഴിയാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ഏകദേശം ചോറിനാറൊക്കെ ആയിട്ടുണ്ട്. അന്നേരത്തേക്കും ഒരു തോരൻ കറിയും കൂടെ ആയ അടിപൊളിയല്ലേ? അത് തോരൻ കറി എന്ന് വെച്ചാൽ വെറുതെ തോരൻ കറി എന്ന് പറയാൻ പറ്റില്ല. കാട്ടിത്തരും. ഇതാണ് തോരൻ കറിയുടെ ഐറ്റം. എന്താണെന്ന് മനസ്സിലായോ? ചെറുപയർ മുളപ്പിച്ചത്. കുട്ടികൾക്ക് ഏറ്റവും അത്യുത്തമമായ സാധനം. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും നല്ലതാണ്. ചെറുപയർ മുളപ്പിച്ച്, ചെറുപയറേ കഴിക്കണം നല്ലതാണ്. അത് മുളപ്പിച്ചും കൂടെ കഴിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. അപ്പം ഞാനത് ഉപ്പും
മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു തോരനാക്കിയാൽ മതി. അപ്പം ഞാൻ കടുകൊക്കെ മൂപ്പിച്ച് സവോള വഴറ്റിയെടുത്തു. അതിലേക്ക് 2 ചുവന്ന മുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിന്. ഇനി വേവിച്ച് വെച്ചേക്കണം ചെറുപയറും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് അല്പം തേങ്ങ കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനപ്പോൾ തേങ്ങയും കൂടെ ഇട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഈ ചെറുപയർ മുളപ്പിച്ചെടുത്ത് എങ്ങനെയാണെന്ന് പറഞ്ഞില്ലല്ലോ. ഏറ്റവും സിമ്പിളായ രീതിയിലാണ് ഞാൻ ചെറുപയർ മുളപ്പിച്ചെടുത്ത്. ഞാൻ കറി വെക്കാനായിട്ട് തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ട് കിടന്നു. പിറ്റേ ദിവസം രാവിലെ കറി വെക്കാൻ പറ്റിയില്ല. അപ്പം ഞാനത് വെള്ളം ഊറ്റിയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പോൾ പിറ്റേ ദിവസം നോക്കിയപ്പോൾ അത് മുളച്ചിരിക്കുക. അപ്പം ഞാൻ ഓർത്ത് ഇത്തിരി കൂടി ഒരു മുള വരട്ടേന്ന് ഓർത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ചും കൂടെ വെള്ളം തളിച്ചിട്ട് വെച്ച് കൊടുത്തു. അപ്പം നന്നായിട്ട് മുളച്ചു. അതാണിത്. ഇത് കിടിലമായിട്ടാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ വെയിറ്റ് ഗെയിനിങ്ങിന്, ചെറുപയറെന്ന് പറഞ്ഞാൽ വെയിറ്റ് ഗെയിനിങ്ങിന് ഏറ്റവും അടിപൊളി സാധനം. പിള്ളേർ ഇങ്ങനെ ചെറുപയറായിട്ട് കഴിച്ചില്ലെങ്കിൽ അതിൻ്റെ സൂപ്പ് ഉണ്ടാക്കി ആ വെള്ളമാണെങ്കിൽ കുടിപ്പിച്ചാൽ മതി. വെള്ളത്തിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്താൽ സൂപ്പർ ടേസ്റ്റാണ്. പിള്ളേർക്ക് ഇഷ്ടപ്പെടും. അല്ലെങ്കിൽ കറിയൊക്കെ കൂട്ടണ പിള്ളേരാണെങ്കിൽ ഇങ്ങനെ മുളപ്പിച്ച് തോരനുണ്ടാക്കി കൊടുത്താൽ ചോറിൻ്റെ കൂടെയൊക്കെ കഴിച്ചോളും. അല്ലെങ്കിൽ നമ്മൾ കഞ്ഞിയായിട്ട് പയറും കഞ്ഞിയും കൂടെ ഒരുമിച്ച് വേവിച്ച് കഞ്ഞിയായിട്ട് കൊടുത്താൽ പിള്ളേർക്ക് നല്ല കേട്ടോ. വെയിറ്റ് ഗെയിനിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് സാധനം. 2 പേര് ഉച്ചയൂണാണോ? എങ്ങനെയുണ്ട് അമ്മയുടെ കറി? മമ്മിയുടെ കറി കഴിച്ചിട്ട് സൂപ്പറാ. ഞാൻ അതുകൊണ്ട് ഒട്ടും കുറയ്ക്കാണ്ടിരുന്നേ. എന്തൊക്കെ കറിയാണെന്ന് പറഞ്ഞേ? മീൻ ഫ്രൈ ചെയ്തല്ലേ? മീൻ കറി ഇല്ലേ? അതുകൊണ്ട് കണ്ട എത്ര കൂട്ടം കറിയെ നോക്കി. അതുകൊണ്ട് ഇനി മമ്മീനെ തോപ്പിക്കണല്ലോ അമ്മ. അതുകൊണ്ട് അമ്മ ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കിയ. നീ അല്ലെങ്കിൽ പറയില്ലേ എനിക്ക് മമ്മിയുടെ അടുത്ത് പോയി നിൽക്കുക ഇഷ്ടം എന്ന് പറയില്ലേ? മമ്മി എനിക്ക് വെറൈറ്റീസ് ഉണ്ടാക്കി തന്നെയെന്ന് നീ പറയില്ലേ? അതുകൊണ്ട് അമ്മ ഇന്ന് ഇച്ചിരി അധ്വാനിച്ച് ചെയ്തതാ. അറിയോ പൊന്നൂസേ? വേഗം കഴിക്കേ കേട്ടോ. വേഗം കഴിച്ചോ. ആ മുള്ളൊക്കെ മാറ്റി വെക്കണം കേട്ടോ. അരികെ മാറ്റി വെക്കേ. പയറൊക്കെ കൂട്ടിക്കേ. കണ്ടോ, ഇത് നമ്മുടെ ചെറുപയർ നല്ലതാ. ആ വലിയ മുള്ള അതൊക്കെ എടുത്ത് കളാട്ടോ. വയ്യ അല്ലേ? ഈ മീൻ എഡ്വിന് ഇഷ്ടപ്പെട്ടോ? എഡ്വിൻ വരുവാന്ന് പറഞ്ഞപ്പോ പപ്പ വലിയ മീനൊക്കെ വാങ്ങിച്ചു വെച്ചതാ. ആ വലിയ മീൻ ഇഷ്ടപ്പെട്ടാ? എന്നിട്ടാ എന്നാ വേഗം ചോറുണ്ടോട്ടോ 2 പേരും. ഇവിടെ നിനക്ക് ഒരു കറി കണ്ണിമാങ്ങാച്ചാർ വേണം. നല്ല കിടിലൻ കണ്ണിമാങ്ങാച്ചാറുണ്ട്. വേണോ? ഇത്ര വേണോ? എന്നാ എടുക്കട്ടെ. ഇതേ കണ്ണിമാങ്ങ. പിന്നെ അമ്മ ഇവിടെ പപ്പടം വറുത്ത് വെച്ചിട്ട് നിനക്ക് തന്നില്ലല്ലോ. എന്നാ അപ്പൊ എത്ര കൂട്ടം? ഇത് വലുതല്ലേ? അപ്പൊ എത്ര കൂട്ടം കറി ഉണ്ടെന്നൊക്കെ ഒന്ന് എണ്ണി പറഞ്ഞേ. എണ്ണിയാ? എത്ര കൂട്ടം കറിയുണ്ട്? ആ മമ്മി വിളിക്കുമ്പോ പറയണട്ടോ. മമ്മി ചോദിക്കുന്നു എന്തായാലും എന്നാ കൊടുത്തേന്ന്, എന്തൊക്കെ സ്പെഷ്യൽ ഉണ്ടായിരുന്നു അമ്മ തന്നേന്ന്. അപ്പൊ പറയണട്ടോ മമ്മിയോടാ. എഡ്വിൻകുട്ടനെ, നമ്മുടെ ചോറൂണ് കഴിഞ്ഞുള്ള പരിപാടി എന്നാ? അപ്പൊ ഞങ്ങൾക്ക് ഇത് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട്. അതൊന്ന് വറക്കാൻ വേണ്ടി നോക്കൂ കേട്ടോ. അപ്പൊ ഞാനിത് ജസ്റ്റ് ഒരു പുളി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എഡ്വിൻകുട്ടൻ എന്നാ തിന്നണേ? ആ അപ്പൊ ഞാൻ കുറച്ചൊന്ന് വറുത്ത് കൊടുത്തു നോക്കി. ഇപ്പൊ നല്ലതെന്ന് പറഞ്ഞു. ഇപ്പം നമുക്ക് ആദ്യം ഇച്ചിരി ചക്ക ഉണ്ടായിരുന്നു വറക്കാനൊക്കെ. അന്നേരം വറുത്തു. അത് കഴിഞ്ഞ് പിന്നെ അത് ഇല്ലാണ്ടായിരുന്നു കേട്ടോ. വീണ്ടും ഇപ്പോൾ ചക്ക മൂത്ത് തുടങ്ങി. അന്നേരം പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായി ചക്ക വറുത്തതൊക്കെ. അപ്പോൾ ഒന്ന് ഇത്തിരി ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അതിന് വേണ്ടിയുള്ള പുറപ്പാടാ അല്ലേ എഡ്വിനെ? എഡ്വിൻകുട്ടനാട്ടോ അമ്മേനെ സഹായിക്കണത്. ഉണ്ടോ ചക്ക വറക്കലിൽ നമ്മുടെ പൊന്നു വരെ ഇൻവോൾവ് ആട്ടോ. പൊന്ന് ചവണിയൊക്കെ പൊളിച്ച് ചേട്ടായിക്ക് കൊടുക്കും. ചേട്ടായി അത് ചക്കുരുവൊക്കെ കളഞ്ഞ് ഈ പാത്രത്തിലേക്ക് ഇടും. കണ്ടോ അല്ലേ പൊന്നോ? പൊന്ന് ചക്ക വറക്കുമല്ലേ? ആ ഞാൻ ആദ്യം ഇച്ചിരി ചക്ക എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒരു പതിയൊരു പുളിയുള്ളതുകൊണ്ട് കൊള്ളുമെന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് ഗ്യാസിൽ കുറച്ച് വറുത്ത് കൊടുത്ത് നോക്കിയിട്ട്. അപ്പോൾ അതുങ്ങൾക്ക് വേണം. അപ്പോൾ ഞാൻ അടുപ്പിൽ തീ കത്തിച്ച് എണ്ണയൊക്കെ മൂത്ത് കഴിഞ്ഞപ്പോൾ ചക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്പം പച്ചമഞ്ഞൾ ചതച്ചിട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ കീറി വെച്ചേക്കണേ ചക്കയുടെ പീസ് ഇട്ട് കൊടുത്തു കേട്ടോ. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇളക്കരുത്. പതിയെ ഒരു ഇത്തിരി ആയി കഴിയുന്നത് ഇളക്കി കൊടുക്കണം. ഉണ്ടോ? അപ്പം ഞാൻ ചക്ക ഇട്ടിട്ട് ഇളക്കിയില്ലായിരുന്നത്. ഇപ്പം ഒരു കിലു പരുവായേ. അപ്പം ഇനി നമുക്ക് അല്പം ഉപ്പിൻ്റെ ലായനി ഒഴിച്ചു കൊടുക്കാം.
അടുപ്പിൻ്റെ ലായനി അങ്ങ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊട്ടുപൊടുന്ന് സൗണ്ട് കേൾക്കും കേട്ടോ. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തീയൊക്കെ അല്പം ഇങ്ങനെ മാറ്റി വെച്ച് പതിയെ ഒഴിക്കണേ. ഫുള്ളങ്ങ് ഒഴിച്ചാൽ അങ്ങനെ ഒറ്റ പൊങ്ങലങ്ങ് പൊങ്ങും. അപ്പം അതെപ്പോഴും കെയറായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ആദ്യം എണ്ണ ചൂടായി ഇങ്ങനെ ചക്ക ഇടുമ്പോൾ ഉണ്ടല്ലോ, കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ അന്നേരം എണ്ണ ഇങ്ങനെ പൊന്തി വരും കേട്ടോ, തീയൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് അവെയറായിട്ടിരിക്കണം. അതൊക്കെ ശ്രദ്ധിച്ചാണ് എല്ലാവരും ചെയ്യാമോളൂ. ബി കെയർഫുൾ. ഇത് ഉണ്ടാക്കിയ കിലൂന്നുള്ള വരും. ഇനി ഒരു ഇത്തിരിയോടെ ഇങ്ങനെ പതിയെ ഒന്ന് ഇളക്കി എല്ലാ സൈഡും ഒന്ന് ഒരുപോലെ മൂപ്പിച്ചെടുത്ത് നമുക്ക് വാങ്ങാം കേട്ടോ. കിലോന്ന് വരുവായാൽ പിന്നെ ഒത്തിരി തീയൊന്നും കത്തിക്കണ്ട, അത്യാവശ്യത്തിന് തീ മാത്രം മതി, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അതെ, ഇത് ഏകദേശം കണ്ട ചുമന്ന് വന്നിട്ടുണ്ട്. ഇത് ഞാൻ കോരുവാണ്. എണ്ണയൊക്കെ അതിലേക്ക് പതിയെ ഇങ്ങനെ ഒഴിച്ച് കണ്ടോ, നമ്മുടെ ചക്കയൊക്കെ വറുത്തോട്ടോ. ഈ പാത്രത്തിന് ഒരു പാത്രം കിട്ടി കണ്ടോ. നല്ല കിലോ സൗണ്ട് കേട്ടോ. ഇനി ഇത് ഏകദേശം തണുത്തിട്ടുണ്ട്. ഇനി ഒരു ബോട്ടിലാക്കി സൂക്ഷിച്ച് വെച്ചാൽ അവിടെ ഇരുന്നോളൂ കേട്ടോ. ഇതിലൊന്ന് നിറയ്ക്കാം. ചൂടാറിക്കഴിഞ്ഞാൽ നിറയ്ക്കാം. ഇങ്ങനെയെല്ലാം വറുത്ത് വെച്ചാൽ നല്ല സുഖം കേട്ടോ. തിന്നാൻ കറുമുറു തിന്നാൻ നല്ല സുഖമുണ്ട്. പക്ഷെ ഈ വേനയ്ക്ക് ഇതൊന്നും ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ വിറകടുപ്പിൻ്റെ ചോട്ടിലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അവിടെ ഒന്ന് നിന്ന് പെറുക്കാനുള്ള പാടാണ്. വേർത്തൊലിച്ച് തീക്കകത്ത് നിൽക്കും കൂട്ടോ. അപ്പം ഞാൻ ഇതൊന്ന് ബോട്ടിലാക്കി വെക്കട്ടെ.